അപ്പോൾ എത്ര ഉദ്വേഗം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളായാലും അവിടെയൊന്നും ജ്ഞാനി തളർന്നു പോകാതെ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്നു, അസ്വസ്ഥനാകുന്നില്ല, അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവുന്നില്ല, ഹർഷവിഷാദങ്ങൾ കൊണ്ട് അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. നാഭിനന്ദതി സംപ്രാപ്തം നാപ്രാപ്തമഭിവാഞ്ചതി ആസ്തേനുഭൂയമാനേർത്ഥേ നച ഹർഷവിഷാദയോ. തൻ്റെ അടുക്കൽ വന്നു ചേർന്നതിനെ ഓർത്ത് അദ്ദേഹം സന്തോഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊരു സന്തോഷമില്ല. തനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തു, തനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, സാധനം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉടുക്കുന്നതോ എന്തോ ആകാം, വസ്ത്രമോ ഭക്ഷണമോ എന്തെങ്കിലും ആകാം. അത് കിട്ടുമ്പോൾ സാധാരണക്കാർക്ക് ഒരല്പ സന്തോഷം കൂടും. ഇതൊന്ന് കിട്ടിയല്ലോ. അങ്ങനെ മനസ്സുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷിക്കുന്ന ഒരു സ്വഭാവം ജ്ഞാനിക്കില്ല. നാപ്രാപ്തം അഭിവാഞ്ചതി, തൻ്റെ അടുക്കൽ എത്തിച്ചേരാത്ത സുഖങ്ങളെ ഓർത്ത് അദ്ദേഹം വിഷമിക്കുന്നുമില്ല. അത് വേണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല. ആസ്തേ അനുഭൂയമാനേർത്ഥേ, അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്തെന്താണോ അദ്ദേഹം അനുഭവിക്കേണ്ടതായിട്ടുള്ളത് ആ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹർഷവിഷാദങ്ങൾക്ക് അദ്ദേഹം അടിമയാകുന്നില്ല. ഹർഷം സന്തോഷം, വിഷാദം ദുഃഖം, ഈ സുഖദുഃഖങ്ങളാൽ ബാധിക്കപ്പെടാത്ത ഒരു നിലയുണ്ട്. അതാണ് ശ്രേഷ്ഠം, അതാണ് അഭിലഷണീയം, അതാണ് ഓരോ വ്യക്തിയും നേടേണ്ടത്. സുഖദുഃഖങ്ങൾ രണ്ടിനാലും ബാധിക്കപ്പെടാത്ത ഒരവസ്ഥ. അതെങ്ങനെ? ജ്ഞാനം നേടി മനസ്സ് പൂർണ്ണ വിരക്തമായാൽ, കർമ്മഫലങ്ങളിലുള്ള ആഗ്രഹം പൂർണ്ണമായി ഇല്ലാതായാൽ സുഖദുഃഖങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. അത് എന്തെന്നില്ലാത്ത ഒരു സുഖകരമായ അനുഭവമാണ്. അതിന് സുഖം എന്നല്ല വേദാന്തം പറയുന്നത്, ശാന്തി, സ്വസ്ഥത എന്നാണ് ആ മാനസികാവസ്ഥയെ വേദാന്തം വിവരിക്കുന്നത്. ആസ്തേനുഭൂയമാനേർത്ഥേ നച ഹർഷവിഷാദയോ, അദ്ദേഹത്തെ ഹർഷവിഷാദങ്ങൾ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് സന്തോഷവും സങ്കടവും നൽകുന്ന സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. ഹർഷവിഷാദഹേതാവർത്ഥേ തയോർനാസ്തി. സാഹചര്യങ്ങൾ കൊണ്ട് ജ്ഞാനി വിശേഷിച്ച് സുഖത്തെയോ ദുഃഖത്തെയോ പ്രാപിക്കുന്നില്ല. അദ്ദേഹത്തിന് എല്ലാം സമം, തുല്യം. അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത നിരന്തരമാണ്, ഒരുപോലെയുള്ളതാണ്, ഏറ്റക്കുറവുകളില്ലാത്തതാണ്. നമ്മുടെ മനസ്സങ്ങനെയല്ല. ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ അതിരുകടന്ന് സന്തോഷിക്കും, തുള്ളിച്ചാടും, ചിലപ്പോൾ ദുഃഖിക്കും, ചിലപ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ് ദുഃഖിക്കും, ചിലപ്പോൾ രാത്രി ഉറക്കം പോലും വരില്ല. ഇതൊക്കെ മനസ്സിൻ്റെ തലങ്ങളാണ്. മനസ്സിൻ്റെ തലത്തെ അതിക്രമിച്ചവനായതുകൊണ്ട് ജ്ഞാനി ഇങ്ങനെയുള്ള ഭാവങ്ങൾക്ക് അടിമയാകുന്നില്ല. ദുഃഖിതേ ദുഃഖിതകഥഃ സുഖിതേ സുഖസംഗതഃ ആസ്തേ സർവാസ്വവസ്ഥാസു ഹൃദയേന അപരാജിതഃ. ദുഃഖിതേ ദുഃഖിതകഥ. ഒരാൾ ദുഃഖിച്ച് തന്നോട് വന്ന അയാളുടെ വിഷമങ്ങൾ പറയുകയാണ്. അതൊക്കെ ശ്രദ്ധയോടുകൂടെ കേട്ടോണ്ടിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ബാലകൃഷ്ണൻ നായർ സാർ അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ ഈ ആൾക്കാർക്ക് പറയേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും തത്വം ഗ്രഹിക്കാൻ പറ്റുമോ എന്നുള്ളത്, അവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാതെ തൻ്റെ തോളിലുള്ള മാറാപ്പ് കുറച്ചു നേരം സാറിൻ്റെ തോളിൽ ചാരി വെക്കുന്ന കൂട്ടരാണ്. നിങ്ങളുടെ പ്രാരബ്ധം, നിങ്ങൾ അനുഭവിക്കാനുള്ളത്, നിങ്ങളുടെ കർമ്മഫലം, അത് ഒരു ജ്ഞാനിയുടെ അടുത്ത് നിന്ന് അതൊക്കെ പറഞ്ഞ് എന്തിനാ സമയം കളയുന്നത്? അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നറിയാവോ? മറ്റാരും കേൾക്കാൻ തയ്യാറല്ല. അത് തന്നെയാണ്.
ഇത് ജോലിയും കൂലിയും ഇല്ലാതെ ഇരിപ്പുണ്ടല്ലോ ശിവാരാമന്ദത്തിൽ ഒരു ബാലകൃഷ്ണൻ നായർ സാറ്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്. എന്നാൽ പുള്ളിയുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ തനിക്കൊരാശ്വാസം. പിന്നെ ചുമ്മാ വന്ന് വാച പഠിച്ചിട്ട് പോകുന്നവരുണ്ട്, ഒരു കാര്യവുമില്ല, അവർക്കൊന്നും വേദാന്തത്തിൽ ലവലേശം താല്പര്യമില്ല. സംസാരിക്കാൻ ഒരാളെ കിട്ടണം, അത്രയേ ഉള്ളൂ. ചുമ്മാ ചെന്ന് അദ്ദേഹത്തെ കൊന്നോണ്ട് അവിടെ കിടക്കും. അല്ല, സാറ് ദ്വന്ദ്വങ്ങളെയെല്ലാം അതിക്രമിച്ച ആളല്ലേ. എൻ്റെ കുറച്ച് കത്തി അദ്ദേഹം കേട്ടാൽ എന്തെന്ന്, അദ്ദേഹത്തിന് ഭാവവ്യത്യാസമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് അവകാശം? അദ്ദേഹത്തിൻ്റെ സമയം അപഹരിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? ഇതൊന്നും ആലോചിക്കുന്നില്ല. ഇംഗിതമറിയാതെ പ്രവർത്തിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ള ഭൂരിഭാഗം ജനങ്ങളും. ആരോട് എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, ഇതൊന്നും അല്പം പോലും അറിയില്ല. സമ്പൂർണ്ണ ചാച്ചരിത മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, ഇല്ലാത്തത് വിവരമാണ്. വിവരമാണ് ഇല്ലാത്തത്. വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ട്, പലർക്കും മറ്റുള്ളവരോട് പെരുമാറാൻ അറിയത്തില്ലെന്നേ. ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പലർക്കും അറിയില്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പലരും, വലിയ വലിയ സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്ന പലരും, ആ അർത്ഥത്തിൽ എല്ലാവരും മണ്ടന്മാർ തന്നെയാണ്. മറ്റുള്ളവരോട് പെരുമാറാൻ അറിഞ്ഞുകൂടാത്തവനെയാണ് മണ്ടൻ എന്ന് പറയുന്നത്, ബുദ്ധിശൂന്യൻ. ദുഃഖിതേ ദുഃഖിത കഥ. ദുഃഖിച്ചിരിക്കുന്ന ഒരുവൻ്റെ പ്രയാസം, അയാളുടെ ദുഃഖം, അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. വലിയ താല്പര്യമുള്ളതുപോലെ അയാളോട് ചോദ്യങ്ങളും ചോദിക്കും. അന്ന് നിങ്ങളുടെ വേറെ ഏതോ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നല്ലോ, പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്, അസുഖം കുറവുണ്ടോ? അപ്പം അയാൾക്ക്, ഓ, എൻ്റെ ബന്ധുവിൻ്റെ കാര്യത്തിൽ സാറിന് എത്ര താല്പര്യം, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചല്ലോ എന്ന്. സാറിന് ഒരു താല്പര്യവും, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു താല്പര്യവും. പിന്നെ എന്താണ് നിങ്ങളുടെ ബന്ധുവിൻ്റെ കാര്യത്തിൽ മാത്രം? ചുമ്മാ ഒരു കുശല പ്രശ്നത്തിന് അദ്ദേഹം ചോദിക്കുന്നു, നമുക്കൊരു സന്തോഷമായല്ലോ. ആ സാറ് ചോദിച്ചു, അദ്ദേഹം ഭാര്യയുടെ അസുഖം എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു, അതുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയുടെ അസുഖം കുറയുമോ? എന്നാലും ഇങ്ങനെയുള്ള ചില അല്പ സന്തോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ വേണം. നമ്മളൊക്കെ അല്പ സന്തോഷികളാണ്. അതുകൊണ്ട് തന്നെ സമീപിക്കുന്നവർക്ക് അല്പസ്വല്പം സന്തോഷമൊക്കെ പകർന്നു കൊടുക്കുന്നവരാണ് ഈ ജ്ഞാനികൾ. അനന്തമായ സുഖം, അനന്തമായ സന്തോഷം നൽകാമെന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ സഹകരിക്കുന്നില്ലെന്നേ. വേദാന്തം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വേണ്ട, അത് കേൾക്കാൻ ഈ വരുന്നവർക്ക് താല്പര്യമില്ല. അവരുടെ കുടുംബ പ്രശ്നങ്ങളും അവരുടെ ദുരിതങ്ങളും ഒക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാനാണ് പലരും സാറിനെ സമീപിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ തലവിധി, അല്ലാതെ എന്തു പറയാൻ. ഈ ജ്ഞാനിക്കും പ്രാരബ്ധം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ, ആ പ്രാരബ്ധത്തിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള കക്ഷികൾ. അപ്പോൾ അവരൊന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. സാരമില്ല, അദ്ദേഹം അതുകൊണ്ട് വിഷമിക്കുന്നില്ല എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. സുഖിതേ സുഖസങ്കഥ. സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്ന ഒരാൾ, മകളുടെ കല്യാണം നിശ്ചയിച്ചു കേട്ടോ സാറിനെ ക്ഷണിക്കാൻ വന്നതാണ്, കത്തും കൊണ്ട് വന്ന, അല്ല വിവാഹ കുറിയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരു സന്തോഷം മുഖത്ത് പ്രകടമാകും. എന്തോന്നടേ, മകളുടെ കല്യാണം നിശ്ചയിച്ച കുറേ കാലത്തിൽ ആ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ചാവും. ഈ ലോകം എന്ന് പറയുന്നത് നശ്വരമാണ്. ഇങ്ങനെയൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പോൾ അവന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ആ വ്യക്തിയോട് സംസാരിക്കണം. അങ്ങനെ സന്തോഷിക്കുന്നവരോട് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ദുഃഖം പങ്കുവയ്ക്കാനായി എത്തുന്നവരോട് അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു ഈ ജ്ഞാനികൾ. ആസ്ഥേ സർവാസ്വവസ്ഥാസു ഹൃദയേന അപരാജിത. ഈ ആൾക്കാർ സന്തോഷം പങ്കുവയ്ക്കട്ടെ അല്ലെങ്കിൽ ദുഃഖം പങ്കുവയ്ക്കട്ടെ, അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട്
പരാജയപ്പെടുന്നില്ല. ജ്ഞാനിയുടെ മനസ്സ് ഒരിക്കലും പരാജയപ്പെടുത്തില്ല. മനസ്സിൻ്റെ പിടിയിൽ പെടുന്നവനല്ല ജ്ഞാനി. നമ്മളൊക്കെ മനസ്സിൻ്റെ പിടിയിൽ പെട്ട് കഴിയുന്നവരാണ്. മനസ്സിനെ അതിക്രമിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല. ഹൃദയം കൊണ്ട് അപരാജിതനായി സ്ഥിതി ചെയ്യുന്നു ജ്ഞാനി. സർവാസ്വവസ്ഥാസു, ഏത് പരിതസ്ഥിതിയിലും ഏതവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നില്ല. സുഖദുഃഖാഭ്യാം അപരാജിത അനഭിഭൂത സഹിഷ്ണുരിതിയാവത്. സുഖദുഃഖങ്ങളാൽ പരാജയപ്പെടുത്തപ്പെടാത്തവൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സുഖദുഃഖങ്ങളെ രണ്ടിനെയും സമചിത്തതയോടുകൂടി സഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സഹിഷ്ണുതയുള്ളവൻ. നമ്മൾ പറയുന്നത് ദുഃഖങ്ങളെ സഹിക്കണം, സുഖത്തെയും സഹിക്കുകയാണ് വേണ്ടത്. സുഖത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. സുഖം ആസ്വദിക്കാനുള്ളതല്ല, ആഘോഷിക്കപ്പെടേണ്ടതല്ല. സുഖവും ദുഃഖവും മനസ്സിൻ്റെ രണ്ട് തരം ചലനങ്ങളാണ്. ആ ചലനങ്ങളെ തൻ്റെ പരിധിയിൽ നിർത്തണം. രണ്ടുകൊണ്ടും ചലിക്കാത്ത മനസ്സിൻ്റെ ഉടമയായി മാറണം. അതാണ് സഹിഷ്ണുത. അതിനെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. തിതിക്ഷയുടെ നിർവചനത്തിൽ എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുന്ന സ്വഭാവവിശേഷത്തിനാണ് തിതിക്ഷ എന്നാണ് പറയുന്നത്. ദുഃഖങ്ങൾ സഹിക്കുന്നത് പോലെ സുഖങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാതെ ഇരിക്കുന്നതും ഒരർത്ഥത്തിൽ തിതിക്ഷയാണ്. ആൾക്കാർക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാമോ? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് സന്തോഷം വന്നു കഴിഞ്ഞാൽ. അതാണ് താൻ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും ഒരു വീണ്ടും വിചാരവുമില്ല. ഉള്ളിൽ സന്തോഷം പതഞ്ഞു പൊന്തുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഈ സന്തോഷ പ്രകടനത്തിൻ്റെ ഇടയ്ക്ക് പലരുടെയും ജീവൻ നഷ്ടമാകുന്നു. എന്തിനിത്? അടങ്ങിയില്ലടാ. പണ്ട് വീട്ടിലുള്ള മുതിർന്നവർ പറയും, എടാ അടങ്ങ്. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ, എടാ ഒരു പൊടിക്ക് അടങ്ങടാ. നമ്മളെല്ലാത്തിനും കൂടെ ഒരു പൊടി ചേർക്കാറുണ്ട്. ഒരു പൊടിക്കടങ്ങെന്ന് പറഞ്ഞാൽ തിളയ്ക്കാതെ മതിമറക്കാതെ അടങ്ങ്. അല്പം ഒന്ന് സ്വയം നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പൊടിക്കടങ്ങുക എന്നൊക്കെ പറയുന്നത്. അപ്പം ജ്ഞാനി ഹൃദയത്താൽ പരാജയപ്പെടുത്തപ്പെടാത്തവനാണ്. അയാളുടെ മനസ്സ് അദ്ദേഹത്തെ ഒരിക്കലും തോൽപ്പിക്കുന്നില്ല. അത് സുഖമായാലും ദുഃഖമായാലും സഹിഷ്ണുത അദ്ദേഹത്തിന് വേണ്ടുവോളമുണ്ട്. കർമ്മണ സുകൃതാദന്യതസ്മൈ കിഞ്ചിന്നരോചതേ സ്വഭാവയേവ മഹതാം നനു എന്ന വിചേഷ്ടിതം. ഈ ജ്ഞാനിയുടെ ബാഹ്യകർമ്മങ്ങൾ, ഈ ജ്ഞാനികളൊന്നും എന്തുകൊണ്ടാണ് തിന്മ പ്രവർത്തിക്കാത്തത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, കർമ്മത്തിൻ്റെ തലത്തിൽ അവർ പുണ്യം മാത്രമേ പ്രവർത്തിക്കൂ. പുണ്യമല്ലാത്ത ഒന്നും ഒരു ജ്ഞാനിയിൽ നിന്ന് ഉണ്ടാവുകയില്ല. പുണ്യപ്രവൃത്തികളിൽ മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം. മനസാ വാചാ കർമ്മണ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ് ഈ ജ്ഞാനികൾ. തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവരുത്. മറ്റുള്ളവർ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ അതൊന്നും കൂട്ടാക്കാൻ പോകുന്നുമില്ല. പക്ഷെ തന്നെ കൊണ്ട് ഈ ലോകത്തിന് ഒരു ദുഃഖമോ വിഷമോ ഒന്നും ഉണ്ടാവരുത് എന്ന നിഷ്കർഷയുള്ള വ്യക്തിയാണ്. സുഹൃതമല്ലാതെ എന്ന് പറഞ്ഞാൽ പുണ്യമല്ലാതെ മറ്റൊന്നും ഒരു ജ്ഞാനി പ്രവർത്തിക്കുകയില്ല. അദ്ദേഹത്തിന് മറ്റ് പാപമോ തിന്മയോ ഒന്നും പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല. അദ്ദേഹം വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കാൻ കഴിയില്ല. സ്വഭാവ ഏവ മഹതാം നനു എന്ന വിചേഷ്ടിതം. ഇങ്ങനെ
നന്മ, ശുഭം, അന്യർക്ക് സന്തോഷമുണ്ടാക്കുന്ന, അന്യർക്ക് സാന്ത്വനം നൽകുന്ന പ്രവൃത്തികൾ മാത്രം എന്തുകൊണ്ട് ഈ ജ്ഞാനി ചെയ്യുന്നു? അങ്ങനെ ഒരു ജീവിതം അദ്ദേഹത്തിന് മാത്രം എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മഹാത്മാക്കളുടെ സ്വഭാവമാണത്. അവർക്ക് അങ്ങനെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ലോകത്തിന് നന്മ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചവരാണ് ഈ സജ്ജനങ്ങളും ശരി, ജ്ഞാനികളും ശരി. അവർ സ്വപ്നത്തിൽ പോലും ആർക്കും തിന്മ ചെയ്യുകയില്ല. സ്വഭാവയേവ മഹതാം നനു എന്ന വിചേഷ്ടിതം. തിന്മ അവർ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. തിന്മയെക്കുറിച്ചുള്ള ചിന്ത പോലും അവരുടെ ഉള്ളിൽ ഉദിക്കാറില്ല. നന്വിധി സംബോധനെ അങ്ങനെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ജ്ഞാനികൾ നന്മ മാത്രം പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ളവരല്ലേ രാമ? അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജ്ഞാനികൾ തിന്മ പ്രവർത്തിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? അതവരുടെ സ്വഭാവമാണ്. അവർ നല്ലത് മാത്രം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, അവരെ കൊണ്ട് തിന്മ പ്രവർത്തിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ന വിചേഷ്ടിതം അശാസ്ത്രീയ ചേഷ്ടാവർജനം യത് തൻ മഹതാം സ്വഭാവയേവ. അശാസ്ത്രീയമായത്, ശാസ്ത്രങ്ങളിൽ പറയപ്പെടാത്തത്, ശാസ്ത്രവിരുദ്ധമായത്, വേദങ്ങൾ നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒരു ജ്ഞാനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുകയില്ല. അത് അവരുടെ സ്വഭാവമാണ്. വേദങ്ങൾ അംഗീകരിച്ചിട്ടുള്ള വേദസമ്മതമായ പ്രവൃത്തികൾ മാത്രമേ ഒരു ജ്ഞാനി ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ. അദ്ദേഹം വേദം പഠിച്ചില്ലെങ്കിൽ പോലും. ഈ വേദം പഠിച്ചവരൊക്കെ നന്മ മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നന്മ ജീവിതത്തിൽ ചെയ്യുന്നവർ വേദം പഠിച്ചവരാകണം എന്ന് നിർബന്ധവുമില്ല. ഇത് രണ്ടും രണ്ടാണ്. വേദങ്ങൾ പഠിച്ചാലും ഉള്ളിൽ തിന്മ ചെയ്യുന്ന ആ വാസനയാണ്, മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് അവർക്ക് ചെയ്യാനുള്ള സ്വാഭാവികമായ പ്രേരണ ഉണ്ടാകുന്നതെങ്കിൽ അവരങ്ങനെയേ ജീവിക്കൂ. അവർ പിന്നെ ഈ പഠിച്ചത് പുസ്തകത്തിൽ ഇരിക്കും, അല്ലെങ്കിൽ അത് അവരുടെ തലച്ചോറിലിരിക്കും. അവരുടെ വാസനകളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അടുത്ത പദ്യം വായിക്കാം. നാലംബതേ രസികതാം നച നീരസതാം ക്വചിതേ നാർത്ഥേഷു വിചരത്യർത്ഥി പീതരാഗസരാഗവതേ. രസികതാം നാലംബതേ. ജ്ഞാനി നല്ല ഒരു രസികനാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം എപ്പോഴും ഒരു തമാശയൊക്കെ പറഞ്ഞ് ഒരു ഗാംഭീര്യമില്ലാതെ ചുമ്മാ വെടി പറഞ്ഞ് നടക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കും. അദ്ദേഹം രസികനാണ്, സരസനാണ്, നർമ്മബോധമുള്ളവനാണ് എന്ന് വെച്ച് അയാൾ കൊമേഡിയനാണെന്ന് വിചാരിക്കരുത്. പരിഹാസ കഥാപാത്രമാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹം നമ്മോട് കൂടി ചിരിക്കുന്നു, തമാശ പറയുന്നു. പക്ഷെ അദ്ദേഹം ആര്? നമ്മളാര്? നമ്മുടെ തോളത്ത് അദ്ദേഹം കൈയിട്ട് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മ ആള്, നമ്മ ഫ്രണ്ട്. എന്ത് നമ്മ ഫ്രണ്ട്? അവൻ്റെ ലെവൽ എന്ത്, നിന്റെ ലെവൽ എന്ത്? ആ ലെവൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അതിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ആയതുകൊണ്ട് എല്ലാവരോടും സൗജന്യത്തോടുകൂടി സമഭാവത്തോടുകൂടി പെരുമാറുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം കുറഞ്ഞു പോകുന്നു എന്ന് കരുതരുത്. അദ്ദേഹം നമ്മെക്കാളും വളരെ ഉയരത്തിൽ തന്നെയാണ്. നാലമ്പതേ രസികത. എന്തു വേണമെങ്കിലും അദ്ദേഹത്തെ പറയാം, അദ്ദേഹത്തെ എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ചിലപ്പോൾ അദ്ദേഹത്തെ എന്തെങ്കിലും നിങ്ങൾ അതിര് കടന്ന് പരിഹസിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ശകാര വാക്ക് നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും. അയ്യോ, സാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കയറിയാൽ തട്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെറും പുല്ലനാക്കി മാറ്റിയാൽ അത് കേട്ടോണ്ടിരിക്കണം. അദ്ദേഹത്തിനൊരു ആത്മാഭിമാനമില്ല, അഹങ്കാരമില്ല. പക്ഷെ ആത്മാഭിമാനം ഇല്ലാത്തവരാരാണ്? സെൽഫ് റെസ്പെക്റ്റ് അതുണ്ട്, ഉണ്ടാവണം.
നിങ്ങൾ ജ്ഞാനം നേടിയാലും ഇല്ലെങ്കിലും യു ഷുഡ് ഹാവ് സെൽഫ് റെസ്പെക്റ്റ്. തന്മാനം அப்படின்னு തമിഴിൽ ചൊല്ലുക. തന്മാനം, സ്വാഭിമാനം. ആ അഭിമാനത്തെ കളഞ്ഞു കുളിക്കരുത്. നമ്മുടെ പുറത്ത് വേറെ തന്നെ വന്ന് കുതിര കയറാൻ സമ്മതിക്കരുത്. ബാലകൃഷ്ണൻ നായർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം നമ്മെ എപ്പോഴും ചവിട്ടി മെതിക്കും. എല്ലാവരുമല്ല, കുറച്ചാളുകളെങ്കിലും നമ്മെക്കുറിച്ച് ഇല്ലാത്തതും കൊല്ലാത്തതും പറയാനും നമ്മെ പരിഹസിക്കാനും നമ്മിൽ കുറ്റം കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാടൊന്നും വഴങ്ങിക്കൊടുക്കരുതെന്ന്. അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് സഹനശക്തി, സഹിഷ്ണുത എന്ന് പറഞ്ഞിട്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങളുടെ സ്വാഭിമാനത്തിന് പോറലേൽപ്പിക്കുന്ന രീതിയിൽ മറ്റൊരാൾ പറഞ്ഞാൽ തിരിച്ചു പറയണം, പ്രതികരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്ര കണ്ട് ജ്ഞാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ വ്യക്തിയായിരിക്കണം. അതല്ലാത്ത സ്ഥിതിക്ക് പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ ആ പ്രതികരണം ശാന്തമായിട്ട് വേണം. തെറി വിളിച്ചുകൊണ്ട്, കയ്യേറ്റം ചെയ്തുകൊണ്ട്, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് പ്രതികരിക്കും. പ്രതികരണം സഭ്യമായിരിക്കണം, ശാന്തമായിരിക്കണം. നാലമ്പതേ രസികതാം നച നീരസതാം ക്വചിത്. എല്ലാറ്റിലും രസിക്കുന്ന ഒരു സ്വഭാവം ഈ ജ്ഞാനിക്കില്ല. അദ്ദേഹം ഒരിക്കലും നീരസത്തെ പ്രാപിക്കുന്നുമില്ല. നീരസം എന്ന് പറഞ്ഞാൽ വിഷമം, ബുദ്ധിമുട്ട്, ഒരാൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ വരിക, മനസ്സ് വിഷമിക്കുക എന്നർത്ഥം. ആരോടും അദ്ദേഹം നീരസം പ്രകടിപ്പിക്കാറുമില്ല. അദ്ദേഹം ഒരിക്കലും നീരസത്തെ പ്രാപിക്കുന്നുമില്ല. നാർത്ഥേഷു വിചരത്യർത്ഥി. അദ്ദേഹത്തിന് ബാഹ്യപദാർത്ഥങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷേ ബാഹ്യപദാർത്ഥങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വിശന്ന ഭക്ഷണം കഴിക്കണ്ടേ, ദാഹിച്ച വെള്ളം കുടിക്കണ്ടേ, അസുഖം വന്നാൽ മരുന്ന് കഴിക്കണ്ടേ? അല്ല, ജ്ഞാനി മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് ഏത് വേദാന്ത ശാസ്ത്രത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? മരുന്ന് കഴിച്ചാൽ ജ്ഞാനി അല്ല, വ്യാധി വന്നാൽ ജ്ഞാനി മരുന്ന് കഴിക്കരുത്. മരുന്ന് കഴിച്ചാൽ അയാളുടെ ജ്ഞാനത്തിന് അത് ക്ഷീണമാണ്. അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. ഞാൻ ശരീരമാണെന്ന് വിചാരിക്കരുത്. രോഗം ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കുകയും അരുത്. മരുന്ന് കഴിക്കേണ്ടെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ? ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. ബാലകൃഷ്ണൻ നായർ സാർക്ക് സ്ഥിരമായിട്ട് എന്തോ ഒരു ലേഹ്യമോ കഷായമോ എന്തോ കൊടുത്തുകൊണ്ടിരുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. വളരെ ക്യാൻസറായിരുന്നു അദ്ദേഹത്തിന് അവസാന കാലത്തിൽ. വളരെ ശാന്തനായിട്ടാണ് അദ്ദേഹം ശരീരം ത്യജിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. കൊത്തം മേസ്തിരി. അത് അദ്ദേഹത്തെ നല്ല ഇരുത്തം വന്ന ജ്ഞാനിയാണ് അദ്ദേഹം. അല്ലാതെ ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗം വന്ന് ആ ഭാഗമൊക്കെ ചീഞ്ഞളിയുമ്പോൾ, അതികഠിനമായ വേദന അനുഭവപ്പെടുമ്പോൾ ശാന്തനായി കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര പേരെ കൊണ്ട് പറ്റും? എത്ര പേരെ കൊണ്ട് പറ്റും? നമുക്കിതൊക്കെ പറയാം. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ സന്ദർഭത്തിൽ പ്രതികരിക്കുക, അതിനെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുക എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ജ്ഞാനത്തെ ഉറപ്പിച്ചോളുക. അതുമാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എത്ര കണ്ട് ഈ ജ്ഞാനം ഉള്ളിൽ ഉറപ്പുവരുന്നോ അത്ര കണ്ട് നമുക്ക് ഏത് ജീവിത സന്ദർഭത്തെയും അഭിമുഖീകരിക്കാൻ കഴിയും. നാർത്ഥേഷു വിചരത്യർത്ഥി. എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞ് ഈ ലോകത്ത് ഓടി നടക്കുന്ന ആളല്ല ഈ ജ്ഞാനി. ചിലർക്ക് അവരെന്തെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും നേടും, നേടിയേ ഞാൻ അടങ്ങും. അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി ജ്ഞാനിക്കില്ല. നാർത്ഥേഷു വിചരത്യർത്ഥി വീതരാഗ സരാഗവത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ അശേഷമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും മറ്റുള്ളവർ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ചിലതിലൊക്കെ കുറേ സംഘമുണ്ട് എന്ന് മറ്റുള്ളവർ കരുതും.
അത് അവരുടെ വിചാരം മാത്രമാണ്. ജ്ഞാനിക്ക് രാഗദ്വേഷങ്ങളില്ല എന്നുള്ളതാണ് പരമാർത്ഥം. രസികതാം, ആസക്തി. അദ്ദേഹത്തിന് ഒന്നിലും ആസക്തിയില്ല. രസികത്വം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം രസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ആസക്തി പുലർത്തുക. ആ ആസക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലവലേശമില്ല. നീരസതാം, നിഷ്പ്രണയതാം, ഒന്നിനെയും അദ്ദേഹം മനസ്സുകൊണ്ട് വെറുക്കുന്നുമില്ല. ഈ രാഗദ്വേഷങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സാധനയാണ്. മനസ്സ് ദ്വന്ദ്വങ്ങളിൽ പെടാതെ എപ്പോഴും സമഭാവത്തിൽ മനസ്സിനെ നിലനിർത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നില്ല, പുറത്തിറങ്ങുന്നില്ല, വീട്ടിനകത്ത് തൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ മുഴുവൻ മറ്റുള്ളവരുമായിട്ട് വ്യവഹരിക്കുമ്പോഴാണ്, വീട്ടിന് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. പലപ്പോഴും നമ്മുടെ മാനസിക നില തകർന്നു പോകും. മനസ്സിൻ്റെ സമസ്ഥിതി അതിവേഗത്തിൽ നഷ്ടമാകും. ജ്ഞാനിക്ക് അങ്ങനെ നഷ്ടമാകാറില്ല എന്നാണ് പറയുന്നത്. ഒന്നിനോടും അദ്ദേഹത്തിന് വിശേഷിച്ച് പ്രതിപത്തിയില്ല. അർത്ഥേഷു ധനേഷു അർത്ഥി ഉപയാചകോ ഭൂത്വാ ന വിചരതി. പണത്തിൽ അദ്ദേഹത്തിന് അല്പം പോലും താത്പര്യമില്ല. പണം വേണം, ധനം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉദിക്കുന്നേയില്ല. അദ്ദേഹം ഒരിക്കലും മനസ്സുകൊണ്ട് ഒരു യാചകനായി മാറുന്നില്ല. നമ്മളൊക്കെ ഈ യാചകൻ, ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ പുറമേ മറ്റുള്ളവരുടെ അടുത്ത് ഭിക്ഷ തേണ്ടി നടക്കുന്നവരെയാണ് നമ്മൾ ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത്. മനസ്തലത്തിൽ നമ്മളെല്ലാവരും ഭിക്ഷക്കാരാണ്. എന്താണ്? എനിക്കൊന്ന് വേണം, ഒന്ന് അനുഭവിക്കണം എന്നുള്ള ചിന്തയുണ്ടോ? മനസ്സുകൊണ്ട് പിച്ചക്കാരനാണെന്നർത്ഥം. ഒരു സംശയമില്ല. ഒന്നും വേണ്ട, ഉള്ളിൽ പൂർണ്ണമായ നിറവ്. നിങ്ങൾ ചക്രവർത്തിയാണ്. കാരണം ചക്രവർത്തിക്ക് ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാം അവൻ്റെ കയ്യിലുണ്ട്. ആ നാട്ടിലുള്ളതെല്ലാം അവന് സ്വന്തമാണ്. അതുകൊണ്ട് അയാൾക്ക് ഒന്നും ആവശ്യമായി വരുന്നില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ളിൽ ഉള്ളവൻ മനസ്സുകൊണ്ട് ഭിക്ഷക്കാരൻ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അത് എന്തോ ആയിക്കോട്ടെ, അത് നിസ്സാരമായ ആഗ്രഹങ്ങളാകട്ടെ അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയായാലും ഒന്ന് വേണം, ഒന്ന് കിട്ടിയാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ സുഖകരമായിരിക്കും. ഈ മനസ്സുകൊണ്ട് ഒന്നിനെയും ആവശ്യപ്പെടാതിരിക്കുന്ന നിലയാണ് ശ്രേഷ്ഠമായ നില. അത് ജ്ഞാനിക്ക് മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അദ്ദേഹം സംഘമുള്ളവനെ പോലെ, ആശയുള്ളവനെ പോലെ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കാണപ്പെട്ടേക്കാം. അതുകൊണ്ട് അദ്ദേഹം സംഘമുള്ളവനാണ് എന്ന് വിചാരിക്കരുത്. പണത്തിൽ ആശയുള്ളവനാണ് എന്നൊന്നും വിചാരിക്കരുത്. യഥാശാസ്ത്രവ്യവഹൃതേഃ സുഖദുഃഖൈഃ ക്രമാഗതൈഃ അനാഗതോപി ജായാതി നഹർഷം ന വിഷാദിതാം. ശാസ്ത്രവ്യവഹൃതേഃ, ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജ്ഞാനി. അദ്ദേഹം ശാസ്ത്രം പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം ശാസ്ത്രീയമായിരിക്കും. അയാൾക്ക് പ്രത്യേകിച്ച് വേദങ്ങളും ഇതിഹാസ പുരാണങ്ങളും ഒന്നും പഠിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ജ്ഞാനം നല്ലത് മാത്രമേ അവനെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. ആ രീതിയിൽ ആ ഉള്ളിലുള്ള ജ്ഞാനം അകത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ജ്ഞാനികളുടെ വാക്കുകൾ ഉപദേശങ്ങളായി മാറും. നമ്മൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്.
നമ്മൾ ശാസ്ത്രങ്ങളെ പഠിച്ച് ശാസ്ത്രവാക്യങ്ങളെ ഉദ്ധരിക്കുന്നവരാണ്. ജ്ഞാനി പറയുന്നത് ശാസ്ത്രമായി മാറും. ജ്ഞാനിയുടെ വാക്കുകൾ ശാസ്ത്രീയമായിരിക്കും എന്ന് ചുരുക്കം. അങ്ങനെ ശാസ്ത്രീയമായി വ്യവഹരിക്കുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനി. സുഖദുഃഖൈഹി ക്രമാഗതൈഹി, മാറി മാറി വരുന്ന സുഖദുഃഖങ്ങളാൽ അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. അനാഗതോപിജായാതി, വിശേഷിച്ച് സന്തോഷിക്കാൻ ഒരു സന്ദർഭവുമില്ലാതെ സന്തോഷിക്കുന്നവനാണ് ജ്ഞാനി. നമ്മളൊക്കെ സന്തോഷിക്കാൻ സാഹചര്യം ഉണ്ടായാൽ മാത്രം സന്തോഷിക്കുന്നവരാണ്. ജ്ഞാനിക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വരൂപമാണ് ഈ സന്തോഷം, ആനന്ദം എന്നുള്ളത്. അതുകൊണ്ട് പുറം വിഷയങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ന ഹർഷം ന വിഷാദിതം, വിശേഷിച്ച് അദ്ദേഹത്തിന് ഹർഷമോ വിഷാദമോ ഉണ്ടാകുന്നില്ല. സുഖദുഃഖൈഹി അനാഗതഃ അസംസ്പൃഷ്ടഃ അപ്യായാതി സ്പൃശതീവ. ഇനി വിശേഷിച്ച് സുഖമോ ദുഃഖമോ ഒന്നും ഇല്ലാതെ തന്നെ മറ്റുള്ളവരുമായി വ്യവഹരിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ ഉള്ളവനെ പോലെ അദ്ദേഹം കാണപ്പെടുന്നു. ചിലപ്പോൾ ചിലരുടെ കഷ്ടവും ദുരിതവുമൊക്കെ അവരൊന്ന് പറയുമ്പോൾ വളരെയേറെ സഹതാപത്തോടുകൂടി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയെപ്പോലെ അദ്ദേഹം കാണപ്പെടും. പക്ഷെ ഉള്ളിലൊന്നുമില്ല. അത് ആ വ്യക്തി അവിടെ നിന്ന് അകന്നാൽ തീർന്നു. കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു വസ്തു, ആ വസ്തു അതിൻ്റെ മുമ്പിൽ ഉള്ളിടത്തോളം അതിൻ്റെ നിഴൽ കണ്ണാടിയുടെ ഉള്ളിൽ കാണപ്പെടും. ഈ വസ്തുവിനെ എടുത്തു മാറ്റിയാൽ കണ്ണാടി ശുദ്ധം, നിർമ്മലം. പക്ഷേ ഏത് വസ്തുവിനെ കൊണ്ടുവച്ചാലും അതിൻ്റെ നിഴൽ അതിൻ്റെ ഉള്ളിൽ കാണും. ഇതുപോലെയാണ് ജ്ഞാനി മനസ്സ്. കണ്ണാടി പോലെയാണ് ജ്ഞാനിയുടെ മനസ്സ്. ദുഃഖിക്കുന്നവർ അടുത്ത് ചെന്നാൽ ആ ദുഃഖത്തിൻ്റെ നിഴൽ ജ്ഞാനി മനസ്സിൽ പതിയും. അതുകൊണ്ട് അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ സന്തോഷിക്കുന്ന ഒരുവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ആ സന്തോഷത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പങ്കുചേരും. പക്ഷേ സന്തോഷ സന്താപങ്ങളാൽ അത് ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തതോ ഹർഷം വിഷാദിതാം വാ നായാദ്യേവ. ഇങ്ങനെ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത മനസ്സോട് കൂടിയ ഒരു വ്യക്തിയായതുകൊണ്ട് ഹർഷവും വിഷാദവും അദ്ദേഹത്തെ ഒരു സന്ദർഭത്തിലും കീഴ്പ്പെടുത്തുന്നില്ല. സംപ്രഹൃഷ്ടാശ്ച ലക്ഷ്യന്തേ ദുഃഖിതാസ്തഥാ ന സ്വഭാവം ത്യജന്ത്യന്തഃ സംസാരാരഭടീനടാഃ. ചില സമയങ്ങളിൽ ഈ ജ്ഞാനികൾ അത്യധികം ആഹ്ലാദിക്കുന്നവരെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടും. ഇന്നെന്താണ് ഇദ്ദേഹത്തിന് ക്രമാതീതമായ ഒരു സന്തോഷം, സാധാരണതയിലും കവിഞ്ഞ ഒരു പ്രസന്നത ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ കാണുന്നുണ്ടല്ലോ. കാണപ്പെടും. അതിനെന്താ? വളരെ സന്തോഷിച്ചവരെ പോലെ ഈ ജ്ഞാനികൾ ചില സമയങ്ങളിൽ കാണപ്പെടും. ചില സമയങ്ങളിൽ അത്യധികം ദുഃഖിതരെന്ന പോലെയും കാണപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിനും സുഖദുഃഖങ്ങളുണ്ട്, നമ്മളെപ്പോലെ തന്നെയാണ്, നമ്മളും സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു, അതുപോലെ ഇദ്ദേഹവും സുഖദുഃഖങ്ങൾക്ക് വിധേയനാണ് എന്ന് നമ്മൾ വിചാരിക്കും. ആ ദുഃഖഭാവം മുഖത്തുണ്ടായാലും ഉള്ള് സുഖദുഃഖങ്ങളിൽ നിന്ന് നിർമുക്തമാണ്. മുഖത്ത് ചിലപ്പോൾ അദ്ദേഹം സുഖത്തെയോ ദുഃഖത്തെയോ അല്ലെങ്കിൽ സന്തോഷത്തെയോ സങ്കടത്തെയോ പ്രദർശിപ്പിച്ചു എന്ന് വരാം. അതുകൊണ്ട് അദ്ദേഹം ആ ഭാവങ്ങളാൽ ബാധിക്കപ്പെടുന്നു എന്നർത്ഥമില്ല. ഈ ജ്ഞാനികളെപ്പോലെ ഇത്രയും നല്ല നടന്മാർ ഈ ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. ഗംഭീരമായി അഭിനയിക്കാൻ കഴിവുള്ളവർ, അവരാണ് ജ്ഞാനികൾ. സന്തോഷവും സന്താപവുമൊക്കെ ഗംഭീരമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ അഭിനയിച്ചു ഫലിപ്പിക്കും. അപ്പോൾ ബാക്കിയുള്ളവരെ പറ്റിക്കുന്നതാണല്ലേ ഇവരുടെ സ്വഭാവം. പറ്റിക്കലല്ല. നിങ്ങൾ സന്തുഷ്ടനാണെങ്കിൽ അദ്ദേഹവും സന്തുഷ്ടനായിരിക്കും. നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ
അദ്ദേഹവും ദുഃഖിതനെന്ന പോലെ കാണപ്പെടും. വാസ്തവത്തിൽ അദ്ദേഹം സുഖിക്കുന്നവനോ ദുഃഖിക്കുന്നവനോ അല്ല. പിന്നെ എങ്ങനെയാണ് ഈ മുഖത്തിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ? അവർ ഒന്നാം തരം നടന്മാരാണ്. അവർക്ക് ഈ പ്രപഞ്ചം വെറും ഒരു നാടകമാണ് എന്ന ഉറപ്പുണ്ട്. ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രവർത്തിക്കണം, ആരോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ അവർക്ക് നല്ലതുപോലെ അറിയാം. അവർ നല്ല പോലെ അഭിനയിക്കുന്നു. അതിന് അവരെ കപടവേഷധാരികൾ എന്നൊന്നും നിങ്ങൾ മുദ്ര കുത്തരുത്. അല്ല, സന്തോഷത്തോടു കൂടി വരുന്ന ഒരുത്തൻ്റെ അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മുഖത്ത് വിഷാദഭാവം ഉണ്ടാവണം. എന്തിന്? ഒരാൾ ദുഃഖിച്ചു വരികയാണ്, അപ്പോൾ അയാളോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയണം? സാധാരണ മനുഷ്യർ പോലും അത് ചെയ്യില്ലല്ലോ. പിന്നെ എങ്ങനെ ഒരു ജ്ഞാനി അങ്ങനെയൊക്കെ പ്രവർത്തിക്കും? സന്തോഷിക്കുന്നവരുടെ ഒപ്പം സന്തോഷിക്കുന്നവൻ എന്ന പോലെ ദുഃഖിക്കുന്നവരുടെ മധ്യത്തിൽ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ അദ്ദേഹം കാണപ്പെടുന്നു. അല്ല, അതെങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. അവർ നല്ല നടന്മാരാണ്, ഒന്നാം തരം അഭിനേതാക്കളാണ്. ഏത് ഭാവം വേണമെങ്കിലും അവരുടെ മുഖത്ത് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. ഉള്ളിൽ ആശ്ചര്യമില്ലാതെ അവർ ആശ്ചര്യമുള്ളവരെ പോലെ കാണപ്പെടും. ആണോ? അയ്യോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഈ ആശ്ചര്യം, വിഷാദം, സന്തോഷം, ഹാസ്യം, രൗദ്രം, ഇങ്ങനെ നവരസങ്ങളും മുഖത്തിൽ പ്രകടമാക്കാൻ കഴിവുള്ളവരാണ് ഈ ജ്ഞാനികൾ. അതെങ്ങനെ അവർക്ക് ഈ കഴിവ് ലഭ്യമായി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സവിശേഷത. ഇത് വെറും ഒരു നാടകമാണെന്നും താൻ ഒരു കഥാപാത്രമാണെന്നും ഉള്ള ഉറപ്പ്. അതുകൊണ്ട് അവർക്ക് നല്ലതുപോലെ അഭിനയിക്കാൻ കഴിയുന്നു. നമ്മൾ നടീനടന്മാരാണ് എന്ന സത്യം തിരിച്ചറിയാത്തത് കൊണ്ട്, ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് വിചാരിക്കുന്നത് കൊണ്ട്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വാസ്തവമാണ് എന്ന് കരുതുന്നത് കൊണ്ട് നമ്മൾ അഭിനയിക്കുന്നില്ല, നമ്മൾ മസിൽ പിടിച്ച് ജീവിക്കുന്നു. അതാണ് നമ്മുടെ ദുഃഖം നമ്മെ വിട്ടുപോകാതെ നമ്മുടെ ഒപ്പം കൂടിയിരിക്കുന്നത്. സംസാരാരഭടീനടാഹ. ഈ സംസാരം എന്ന് പറയുന്നത് ഒന്നാം തരം ഒരു നാടകരംഗമാണ്, ഒരു സ്റ്റേജാണ്, ഒരു അരങ്ങാണ്. അതിൽ നല്ലതുപോലെ അഭിനയിക്കാൻ കഴിവുള്ള നടന്മാരാണ് ഈ ജ്ഞാനികൾ. സുഖദുഃഖാഭ്യാം സ്പൃശ്യതൈവേതി യദുക്തം. സുഖദുഃഖങ്ങളാൽ ബാധിക്കപ്പെടാതെ, എന്നാൽ സുഖദുഃഖങ്ങൾ അവരെ ബാധിച്ചതുപോലെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടുന്നു. അതെന്താണ് എന്നുള്ളതിനെയാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. ന ഹർഷം ന വിഷാദിതാം യുക്തിമപി ഹേതൂപദർശനേന വിവൃണോതി. അവർ ഒരിക്കലും ഹർഷത്തെയോ വിഷാദത്തെയോ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. സ്വഭാവം നിരതിശയാനന്ദ പ്രതിഷ്ഠാപ്രയുക്തം ധൈര്യം. അവർ ജ്ഞാനം നേടിയവരായതുകൊണ്ട് അവരുടെ ഉള്ളിൽ അപാരമായ ധൈര്യമാണ്. ഒന്നിനെയും അവർ കൂട്ടാക്കുകയില്ല, ആരെയും കൂസാത്ത പ്രകൃതമാണ്. എന്ന് വെച്ച അഹങ്കാരികളെന്നല്ല അർത്ഥം. ഒന്നുമില്ല ഇവിടെ. ഒന്നിനെ ഓർത്തും ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട. അങ്ങനെ ഒരു ധൈര്യം അവർ നേടിയിരിക്കുന്നു. നിരതിശയമായ ആനന്ദത്തിൽ പ്രതിഷ്ഠിതരാണവർ. വിട്ടുപോകാത്ത ആനന്ദം അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉണ്ട്. അത് ഒരിക്കലും നഷ്ടമാകുന്നില്ല. തഥാച സംപ്രഹർഷാദി ലിംഗവിഡംബനം തേഷാം നടവിഡംബനതുല്യം ഫലിതം ഇത്യാശയേന വിശിനഷ്ടി. ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായ ശാന്തി അനുഭവിച്ചുകൊണ്ട് മുഖത്ത് അല്ലെങ്കിൽ ബാഹ്യമായി ഹർഷത്തെയും വിഷാദത്തെയും ഒക്കെ ഇവരെ എങ്ങനെയാണ് ഫലിപ്പിക്കുന്നത്, അഭിനയിച്ച് ഫലിപ്പിക്കുന്നത്? മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടല്ലോ ഇദ്ദേഹം വളരെയധികം സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ എന്തോ ദുഃഖം ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്നു. ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുന്ന രീതിയിൽ ഇവർ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാൽ
അത് ഇവരുടെ അഭിനയ ചാതുര്യമാണ്. അല്ല, ഇവർ മറ്റേ സ്കൂൾ ഓഫ് ഡ്രാമ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലല്ലേ, ഈ സിനിമയൊക്കെ അതിലൊക്കെ ചേരുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കുറേ ഈ അഭിനയം ഇതൊക്കെ കുറേ വശത്താക്കിയിട്ട് വരും. ഇപ്പം ഇവർ ഈ ഡ്രാമയിലൊക്കെ അഭിനയിക്കാൻ പഠിച്ചിട്ടുണ്ടോ, പരിശീലനം നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. താൻ നടനാണ്, ഇത് ഒരു വേഷമാണ്, യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർക്ക് ഈ അഭിനയ ചാതുര്യം ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്നു. അത് പ്രത്യേകിച്ച് പഠിച്ച് കരഗതമാക്കേണ്ട ഒരു വിദ്യയല്ല. അതുകൊണ്ട് ഒന്നാന്തരം നടന്മാരായി ജ്ഞാനികൾ ഈ ലോകമാകുന്ന അരങ്ങിൽ ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്നു. 15 ശ്ലോകമായി, നമ്മുടെ സമയവുമായി, അതുകൊണ്ട് നമുക്ക് നിർത്താം. ഇങ്ങനെ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോകുന്നത് പോലെ നമുക്കും ജീവിക്കാൻ പറ്റണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ശനിയാഴ്ച ദൈവകൃപയാൽ വായിക്കും.